ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലേ ഇലക്ട്രോമാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ബയോ ഇലക്ട്രിക് എഫക്ട്സ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലാബിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് മെഷർ ചെയ്ത് അല്ലെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോ എന്നാൽ ഡിഫറെന്റ് മുഖീസ് ഉണ്ട്. ഇനി ഞങ്ങൾക്ക് അറിയേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ, ശരി ഇതിൽ ഞങ്ങൾ കൺവിൻസ്ഡ് ആണ്, പക്ഷേ ഒരാള് ഇപ്പോൾ എനിക്കൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്കൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മുഖികളും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്താണ് ഓരോന്നിൻ്റെയും സ്പെഷ്യൽ പ്രോപ്പർട്ടി, എന്താണ് എനിക്ക് അതുകൊണ്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. തീർച്ചയായിട്ടും. ഇപ്പോൾ രണ്ടു മുഖമാണെങ്കിൽ ശിവപാർവതി സങ്കല്പമാണ് ഫാമിലി, എക്സ്പെഷ്യലി ഭാര്യ ഭർത്താവ്. ഈ കാലഘട്ടത്തിൽ മെയിനായിട്ട് നിറച്ച് ഡൈവോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പുതിയ ജനറേഷനിൽ. കാരണം പണ്ടൊക്കെയാണെങ്കിൽ നമുക്കറിയാലോ, അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർ തീർക്കും ഫാമിലിയിൽ. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നുണ്ട്. സോ ഈ ബീഡ് നമ്മൾ ധരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അവർ തമ്മിൽ റിലേഷൻ ബോണ്ടിങ് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പല ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ ഫാമിലി കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ ഈ ഗൗരി ശങ്കരം അല്ലെങ്കിൽ രണ്ടുമുഖം ഒന്ന് തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ രണ്ടുമുഖം അയച്ചു കൊടുത്തു. അപ്പോൾ അവരത് ധരിച്ചതിന് ശേഷം പല ആളുകളെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ സ്റ്റേബിളാണ്, ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നഷ്ടപ്പെട്ടു, അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ ബോണ്ടായിട്ട് പോകുന്നുണ്ട്. സോ ഞാൻ ഇതാണ് പറയണത്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അത് മാത്രമല്ല, നിങ്ങളുടെ ബോണ്ടിങ് നിങ്ങൾ തമ്മിൽ വേണം. രണ്ടും കൂടി ധരിച്ചാൽ കുറച്ചും കൂടി ആ ഓറ ബിൽഡ് ചെയ്ത് നിങ്ങളുടെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സാധിക്കും. സോ രണ്ടുമുഖം ഞാൻ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാറുണ്ട് ആളുകൾക്ക്. പിന്നുള്ളത് 21 ഫേസ് ഉണ്ട്, 21 മുഖം. അതോടെ ആരും കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല കേരളത്തിൽ. പക്ഷെ ഞാൻ നേപ്പാൾ പോയപ്പോൾ അത് കണ്ടിട്ടുണ്ട്. കുബേര രുദ്രാക്ഷം എന്ന് പറയുന്നത്, അതായത് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ആളുകൾക്കും ബിസിനസ് നടത്തി നല്ല രീതിയിൽ നഷ്ടം വന്നവർക്കും ഈ 21 മുഖത്തിൻ്റെ ഒരു ബീഡ് ഇട്ടാൽ നല്ല ലെവലിൽ അവർക്ക് ഇൻക്രീസ് ആയി അവരുടെ ബിസിനസ് വളർച്ചയിലെത്തി ഉയർന്നു വരാം. നല്ല രീതിയിലാണ് 21 മുഖം പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് ഗണേഷ് മുഖി. നേരത്തെ പറഞ്ഞല്ലോ, ഗണേഷ് ഭഗവാന്റെ ഒരു ഇതുപോലെയുള്ള രുദ്രാക്ഷം. അതാകുമ്പോൾ വിഘ്നങ്ങൾ നല്ല രീതിയിൽ മാറിക്കിട്ടും. വിഘ്നേശ്വരനാണല്ലോ. സോ ഈ ഗണേഷ് മുഖി ധരിക്കുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളോ ഒബ്സ്റ്റക്കിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ രുദ്രാക്ഷം കുറച്ചുകൂടി നല്ലതായിരിക്കും. അവരുടെ എന്ത് ബിസിനസ് ആയാലും ഒരു പുതിയ സ്റ്റാർട്ടപ്പ് ആയാലും ഇപ്പം എന്തായാലും ആ ഒരു രുദ്രാക്ഷം ധരിക്കുമ്പോൾ തടസ്സങ്ങൾ മാറിക്കിട്ടും. സോ ഈ മൂന്നാണ് മെയിനായിട്ട് ആൾക്കാർ ചോദിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉള്ളവർക്ക് അങ്ങനെ ഒരു പ്രോബ്ലത്തിലേക്ക് അതിന് ഡോക്ടർ എന്തായിരിക്കും സജസ്റ്റ് ചെയ്യുക? തീർച്ചയായിട്ടും 5 മുഖം. കാരണം 5-ന് മേലെ താഴെ ധരിക്കുമ്പോൾ കുറച്ച് ചിട്ടകളും അതൊക്കെ നമ്മൾ നോക്കണം. 5 ഒരു കുഴപ്പമില്ലാണ്ട് ധരിക്കാം. കാരണം 5 ഏത് പ്രായക്കാർക്കും അല്ലെങ്കിൽ ഈ നാള് നോക്കി ധരിക്കുന്ന ആൾക്കാർക്കും കൂടി കോമൺ ആയിട്ടാണ് 5 മുഖം. ഭഗവാൻ ശിവനാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. സോ അത് ധരിക്കുമ്പോൾ BP, ഷുഗർ കൺട്രോൾ, സോ അങ്ങനത്തെ പേഷ്യൻസിനും ഇത് കുറച്ചുകൂടി നല്ലതായിരിക്കും ഈ ചെസ്റ്റിൽ തട്ടി കിടക്കുമ്പോൾ. സോ 5 ഞാൻ എല്ലാവർക്കും പ്രൊമോട്ട് ചെയ്യുന്നത്. കുറച്ചും കൂടി നല്ലൊരു രുദ്രാക്ഷം കോമൺ ആയിട്ട് ധരിക്കാൻ പറ്റുന്നത് 5 ഇപ്പോൾ ഈ കയ്യിൽ ധരിക്കുന്നുണ്ട്, കഴുത്തിൽ ധരിക്കുന്നുണ്ട്, ഇതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ? അതിവിടെ നമ്മുടെ ഒരു നാഡി പോകുന്നുണ്ട് സോ അത് ടച്ച് ചെയ്ത് കിടക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബ്ലഡിലേക്ക് അതിൻ്റെ ഒരു പവർ കണക്ട് ആവുന്നുണ്ട്. അതാണ് ഈ കയ്യിൽ ഇടാൻ പറയുന്നത്. കുറച്ചും കൂടി പവർ കയ്യിൽ ടച്ച് ചെയ്ത് ഇടുമ്പോഴാണ്. കയ്യിൽ ടച്ച് ചെയ്ത്. ഓക്കെ. 1 മുഖം മുതൽ 14 മുഖം വരെയുള്ള രുദ്രാക്ഷങ്ങൾ ഇന്തോനേഷ്യ, ഇന്ത്യ, നേപ്പാൾ ബീഡുകൾ നിങ്ങളിലേക്ക് രുദ്രാവേദ എന്ന എൻ്റെ വെബ്സൈറ്റ് വഴി എത്തുകയാണ്. മാത്രമല്ല ഞാൻ പല റിസർച്ചുകളും ഫൈൻഡിങ്സുകളും ചെയ്തിട്ടുണ്ട്. രുദ്രാക്ഷത്തിൻ്റെ ഉറവിടം, അതിൻ്റെ ലാബ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസും തൃശ്ശൂർ രുദ്രാക്ഷ എന്ന എൻ്റെ ചാനലിൽ വ്യക്തമായി ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല എന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. രുദ്രവേദ എന്നാണ് വെബ്സൈറ്റിന്റെ പേര്. എനിക്ക് തോന്നുന്നു ഇത് ഡോക്ടർ സട്ട്ലി ആൻസർ ചെയ്തു എന്ന് തോന്നുന്നു. എന്നാലും ഞാനത് കുറച്ചും കൂടി നമ്മുടെ ഓഡിയൻസിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എടുത്തു ചോദിക്കുകയാണ്. വീട്ടിൽ ഇരിക്കുന്ന ഒരാൾ ലൈഫിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ദൈവത്തിൽ വിശ്വസിക്കണോ വേണ്ടേ എന്ന് ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ഒരു സാധാരണക്കാരന് ഡോക്ടർ ഏത് ബീഡായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും 5 മുഖം അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6. കാരണം ഈ 3 ബീഡ്സ് നമ്മുടെ കേരളത്തിൽ കോമൺ ആയിട്ട് കിട്ടുന്നുണ്ട്. കാരണം ഞാൻ പല മരങ്ങളും ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഇട്ടുണ്ട്. സോ അതിന് കോമൺ ആൾക്കാർക്ക് ഈ 4, 5, 6 ഇടാം. കാരണം ഈ കൺഫ്യൂഷൻ, ഇതിപ്പോൾ ഇടണോ അല്ലെങ്കിൽ ഇടണ്ടേ, അല്ലെങ്കിൽ അതിൻ്റെ സയൻറ്റിഫിക് വെർഷൻ, സ്പിരിച്വൽ വെർഷൻ, 2 തലത്തിലാണല്ലോ നിൽക്കുന്നത്, സയൻറ്റിഫിക്കും സ്പിരിച്വലും. സോ 2 വിഭാഗക്കാർക്കും കൂടി കൺഫ്യൂഷൻ ഇല്ലാത്ത 5 മുഖമാണ്. കാരണം ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ഇട്ട് നോക്കൂ, നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ആയിട്ട് ധരിക്കുക. അതല്ല അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അത് ഊരി വെച്ചാൽ മതി. സോ 5 കുറച്ചുകൂടി നല്ലത് ഇങ്ങനെ ഡൗട്ടുള്ള ആൾക്കാർക്ക്. സോ സ്പിരിച്വലി സയൻറ്റിഫിക്കലി 2 തലത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് 5 മുഖമായിരിക്കും കുറച്ചുകൂടി നല്ലത്.
ഈ 4ന്റെയും 6ന്റെയും പ്രത്യേകത എന്തായിരുന്നു? 4 മുഖം ബ്രഹ്മാവാണ്. അത് സ്റ്റുഡൻസിനും അതുപോലെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ആൾക്കാർക്ക് 4 മുഖം ധരിക്കാം. 6 അത് നമ്മുടെ ഭഗവാൻ ശിവന്റെ തന്നെ മകനായ കാർത്തികേയ രുദ്രാക്ഷാണ് 6 മുഖം. സോ അത് ഇപ്പം റെയർ അല്ല, പല മരങ്ങൾ ഒരു 300ഓളം മരങ്ങളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ തന്നെ 6 മുഖം ലഭിക്കുന്നുണ്ട്. സോ 6 മുഖം ആകുമ്പോൾ നമ്മുടെ വിസ്ഡം, സോ ഒബ്സ്റ്റക്കിൾസ്, നമ്മുടെ മൈൻഡ്, അതിനൊക്കെ കുറച്ചുകൂടി നല്ലത് 6 മുഖമായിരിക്കും. ഈ 4, 5, 6 ഞാൻ ഈ പറഞ്ഞ ആൾക്കാർക്ക് ധരിക്കാൻ പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കൂ, നോക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നും മാറ്റം തോന്നില്ലെങ്കിൽ അത് അവരുടെ ഇഷ്ടം പോലെ ഊരി വയ്ക്കാം. ഈ നിഷ്ഠകൾ എന്ന് പറഞ്ഞതിനെ കുറിച്ച്, അതായത് 5 മുഖി അല്ലാത്ത ബാക്കിയെല്ലാം ധരിക്കുമ്പോൾ കുറച്ച് നിഷ്ഠകളുണ്ടെന്ന് പറഞ്ഞു, അതിനെ കുറിച്ചൊന്ന് പറയാമോ? അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ രുദ്രാക്ഷം ക്ലെൻസ് ചെയ്യണം. ഫസ്റ്റ് നമ്മുടെ 4 പാമര വെള്ളത്തിലിട്ട് ക്ലെൻസ് ചെയ്തിട്ട് പിന്നെ കടുകെണ്ണയിൽ ഇട്ട് വെക്കുക ഫസ്റ്റ്. അതിന് ശേഷം പിന്നെ ഈ യൂസ് ചെയ്യുമ്പോൾ നാള് നോക്കി ധരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 മുഖം ആകുമ്പോൾ ഭഗവാൻ ഗണേശനാണ് അതിൻ്റെ അധിപൻ വരുന്നത്. അപ്പോൾ 8 മുഖം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഈ പുതിയ തലത്തിലേക്ക് തിരിയുന്നവരും ലൈക്ക് അവരുടെ മൈൻഡ് കൺട്രോളിന് 8 മുഖം കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ 6 മേലെ ധരിക്കുമ്പോൾ കുറച്ച് ചിട്ടകൾ എന്ന് പറഞ്ഞത് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് നമുക്ക്. ഓക്കെ. ഇനി ഇതിന് ഇപ്പോൾ ഈ ബ്രേസ്ലെറ്റ് ആണെങ്കിലും മാലയാണെങ്കിലും ഇതിന്റെ മെയിൻ്റനൻസിന് എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് 3 മാസം കൂടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ 4 പാമര വെള്ളത്തിലിട്ട് ക്ലൻസ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ അതിൽ പൂപ്പൽ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേംസ് വന്ന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഈ ക്ലൻസ് ചെയ്ത് വെച്ചിട്ട് ഉടനെ തന്നെ കടുകെണ്ണയിലേക്ക് മാറ്റി വെച്ചാൽ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. ഞാനൊരു 10 ഇയർ ആയിട്ട് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കടുകെണ്ണയിൽ. സോ അതാണ് അതിൻ്റെ പ്രോസസ്സ്. നമ്മൾ വെയർ ചെയ്യുന്നതും ഇങ്ങനെ 3 മാസം കൂടുമ്പോൾ ക്ലെൻസ് ചെയ്യണം. അതെ അതെ അതെ. ഓക്കെ. ഇത് വെയർ ചെയ്യുന്നത് എടുത്ത് മാറ്റാൻ പാടില്ല അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു മുഖിക്കുണ്ടോ? കണ്ടിന്യൂസ്ലി വെയർ ചെയ്തുകൊണ്ടിരിക്കണം എന്ന്? അങ്ങനെയില്ല. 2 കാര്യങ്ങളുള്ളൂ. ഒന്ന് നമ്മൾ കിടക്കാൻ നേരത്ത് ഊരി വെക്കുക, അല്ലെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. കുളിക്കാൻ നേരത്ത് അഴിച്ചു വെക്കുക. ഇത് 2 മെയിൻ നോക്കിയാൽ മതി. പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല, കോമൺ ആയിട്ട് ധരിക്കാവുന്നതാണ്. ഡോക്ടറിനിപ്പം രുദ്രാക്ഷം എത്ര നാളായി ഡോക്ടർ കോൺസ്റ്റന്റ്ലി വെയർ ചെയ്യണു? ഞാനിപ്പോൾ ഒരു 10 ഇയർ ആയിട്ട് വെയർ ചെയ്യുന്നുണ്ട്. ഒരു 8 മുഖം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, പണ്ട് മുതലേ ധരിക്കണത്. അപ്പോൾ ഇതെടുത്ത് മാറ്റി വെക്കുമ്പോൾ ഡോക്ടറിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയോ, അല്ലെങ്കിൽ മേക്കപ്പ് ഫീലിംഗ് തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും. ലൈക്ക് രുദ്രാക്ഷം എന്ന് പറഞ്ഞൊരു ആർമർ പോലെയാണ് എനിക്ക്. ലൈക്ക് കർണന് കവചകുണ്ടലങ്ങൾ എന്ന് പറയുന്ന പോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം രുദ്രാക്ഷം. അത് ഊരി വയ്ക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു നഷ്ടപ്പെട്ട പോലെ തോന്നാറുണ്ട്. അത് ധരിക്കുമ്പോൾ ഒരു സ്ട്രോങ്, നമുക്ക് ആരെയും ഫേസ് ചെയ്യാം, നമുക്ക് എന്ത് ആൻസർ ചെയ്യാം, നമുക്ക് ആരോടും നമുക്ക് ഡിബേറ്റിന് വന്നാലും നമുക്ക് നിൽക്കാൻ പറ്റും. ഒരു കോൺഫിഡൻസ് ഉണ്ട് ഈ രുദ്രാക്ഷം ധരിക്കുമ്പോൾ. ഒരു കോമൺ മാനിന്റെ ഒരു പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഈ രുദ്രാക്ഷം യൂഷ്വലി വെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് വാങ്ങുമ്പോഴോ ഒക്കെ സാധാരണ ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണ്? അത് മെയിനായിട്ട് ഓൺലൈനിലാണ് ഇപ്പോൾ നല്ല സ്കാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഓൺലൈനിൽ അവർ നല്ല റേറ്റ് കൂട്ടി വയ്ക്കുമ്പോൾ സാധാരണക്കാർ വിചാരിക്കുന്നത് റേറ്റ് കൂടി രുദ്രാക്ഷങ്ങൾക്കാണ് കുറച്ചുകൂടി വാല്യൂ പവർന്ന് വിചാരിച്ച് അവരത് വാങ്ങും. വാങ്ങിക്കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോഴാണ് അത് ഒന്നെങ്കിൽ ഫൈബർ, പ്ലാസ്റ്റിക് രീതിയിൽ ചതിയിൽ പെടുന്നത്. അപ്പോൾ ഞാൻ പറയണത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളത് ഒന്നെങ്കിൽ ലാബ് സർട്ടിഫിക്കറ്റ് ചോദിക്കുക, അത് നമുക്ക് സർട്ടിഫിക്കറ്റ് ലാബിൽ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ളതുണ്ട്. അതല്ലെങ്കിൽ ഡിപ്പ് ചെയ്ത് നോക്കാം. ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തിട്ട് ഡിപ്പ് ചെയ്യുമ്പോൾ ചില രുദ്രാക്ഷങ്ങൾ പൊങ്ങി കിടക്കും, പ്ലാസ്റ്റിക് ഒറിജിനൽ താഴ്ന്നു വരും. സോ ഈ മാർഗ്ഗങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ചതിയിൽ പെടാതെ നല്ലത് നോക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഡിപ്പ് ആയാൽ പോലും ഇപ്പൊ നമ്മൾ പറയുന്ന ആ ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടി ഉള്ളത് തന്നെ കിട്ടണം എന്നുള്ളത് അല്ലേ? അത് എനിക്കൊന്നിപ്പം ഒരു സാധാരണ ആൾക്ക് 5 മുഖിയും അല്ലെങ്കിൽ ഒരു മുഖിയും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ അറിയാൻ ബുദ്ധിമുട്ടല്ലേ? അതെ അതെ അതെ. അത് അതിന്റെ വരകൾ വെച്ചിട്ടാണ് അറിയുന്നത്. വരകൾ വെച്ചിട്ട് പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ എല്ലാ വീഡിയോസും ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തൃശ്ശൂർ രുദ്രാക്ഷ ചാനൽ നോക്കുകയാണെങ്കിൽ ഓരോ മുഖങ്ങളുടെ ഡിഫറൻസ് അല്ലെങ്കിൽ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം ഫേക്ക് രുദ്രാക്ഷങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് റെഫർ ചെയ്യാവുന്നുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ആവശ്യക്കാരനൊരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസത്തിലായിരിക്കും ഡോക്ടറിനിപ്പോൾ ഈ ഒരു ഓർഡർ നമുക്ക് ആ സാധനം നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ എത്ര ദിവസം എടുക്കും? ഇതിപ്പോൾ 4 മുഖി, 5 മുഖി, 6 മുഖിയാണ് എൻ്റെ കയ്യിലുണ്ട്. അതൊരു 2-3 ഡേയ്സ് കൊണ്ട് കേരളത്തിൽ എവിടെ എത്തിക്കാൻ പറ്റും. അതിന് മേലെയോ താഴെ വരികയാണെങ്കിൽ ഞാൻ നേപ്പാളിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തും. കാരണം അവിടെ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ ഒരു 4-5 ഡേയ്സ് ആവും. അതിനുശേഷം പോസ്റ്റ് ഓഫീസ് വഴി ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് എല്ലാവർക്കും. അപ്പൊ നമുക്ക് എന്തായാലും ഒരു 1 to 2 വീക്കിനുള്ളിൽ എന്തായാലും ലഭിക്കും. തീർച്ചയായിട്ടും. ഓക്കെ. കുറച്ചും കൂടി ഡോക്ടറിന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഡോക്ടറിന് എപ്പോഴെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? ഇത് സാധാരണ ഒരു സീഡല്ലേ, ഇത് നമ്മൾ ആവശ്യമില്ലാത്ത ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റി ഇതിനോട് അറ്റാച്ച് ചെയ്യുന്നുണ്ട് എന്ന് അത് ഡോക്ടറിന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. എൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ
ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വയ്ക്കുമ്പോൾ തോന്നാറുണ്ട് ഇതിനിപ്പോൾ ഒരു പ്രത്യേകതയൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഫസ്റ്റ്, അതായത് ആദ്യത്തെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇത് നിർത്തിയാലോ. പിന്നെ ആ തോന്നൽ ഞാൻ മാറ്റി. കാരണം ഗ്രാജുവലി പല പല ബുക്കുകൾ റെഫർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് അറിയാൻ പറ്റി. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാനിത് 2 കൊല്ലം കൊണ്ട് സ്റ്റോപ്പ് ചെയ്തേനെ. പിന്നെ ബുക്ക് റെഫർ ചെയ്തു, ഓൺലൈൻ അല്ലെങ്കിൽ പല അബ്രോഡുള്ള ഫ്രണ്ട്സ്, നേപ്പാൾ, ശ്രീലങ്ക, അവരെ പരിചയപ്പെട്ട് അവരുമായി ഡിസ്കസ് ചെയ്തപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റി. അതാണ് പിന്നെ ഇപ്പോൾ ഒരു 10 ഇയറായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത്. രുദ്രാക്ഷത്തെ മഹാദേവന്റെ, അതായത് ശിവന്റെ കണ്ണുനീർ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്തുള്ളൊരു ഐറണി എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഭഗവാൻ കരയുന്നു, അത് നമ്മൾ ഒരു എന്താ പറയാ, നമ്മൾ നമ്മുടെ ശരീരത്തിൽ അണിയുന്നു. ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ബിലീഫാണ്. പക്ഷെ എന്താണ് ഡോക്ടറിന് ഇതിനെ കുറിച്ചുള്ള ആ ഒരു പറയാനുള്ളത്? അത് ഇതിൻ്റെ സ്റ്റോറി എന്ന് വെച്ചാൽ, ഭഗവാൻ ശിവൻ ധ്യാനത്തിലിരിക്കുമ്പോൾ അവരൊരു എക്സ്ട്രീം ലെവലെത്തിയപ്പോൾ കണ്ണീന്ന് ഒഴുകി എന്നാണ് പറയുന്നത്. അത് അരുൺവാലി മലനിരകളിലാണ് അത് ഐ വന്ന് വീണത്. അവിടെയാണ് സ്പോട്ട് ചെയ്താണ് അറിയപ്പെടുന്നത്. പിന്നെ ഞാൻ ഗ്രാജുവലി അതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചപ്പോൾ നമുക്ക് ഈ മെഡിറ്റേഷൻ, ഭഗവാൻ ശിവൻ എന്ന് പറഞ്ഞ മെഡിറ്റേഷനാണ് 24/7 അദ്ദേഹം ധ്യാനത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് വരാൻ വേണ്ടിയിട്ട് രുദ്രാക്ഷങ്ങൾ ധരിക്കുമ്പോൾ നമുക്കൊരു പവർ, നമ്മുടെ ഒരു ഓറ ഫുള്ള് കംപ്ലീറ്റ് ആവും, നമ്മുടെ ഫോക്കസ് എല്ലാം നമുക്ക് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് ആ ബീഡിനോടൊരു താല്പര്യം തോന്നിയത്. സോ ഈ സെയിം സ്റ്റോറി തന്നെയാണ് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. ഡോക്ടർ ദൈവവിശ്വാസിയാണോ? തീർച്ചയായിട്ടും. ഞാൻ പണ്ട് മുതലേ വിശ്വാസിയാണ്. അമ്പലത്തിൽ പോകാറുണ്ട്, വിശ്വാസിയാണ്. കുറച്ച് റാഷണലായി ചിന്തിക്കുന്നവർ ചിലപ്പോൾ ഇതൊരു സൂപ്പർസ്റ്റിഷനാണ്, ഒരു അന്ധവിശ്വാസമാണെന്ന് പറയും. ഈ സയൻസിന്റെ സമയത്ത് എന്താണ് ഇതിനൊരു പ്രാധാന്യം എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാരോട് വളരെ കാമായിട്ട് ഡിഫെൻസീവ് ആകാതെ എന്തുത്തരമായിരിക്കും ഡോക്ടർ കൊടുക്കുക? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഇപ്പോൾ ഒരു സർജറിക്ക് പോവുകയാണെങ്കിൽ ആളെന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് സർജറി ആൾ അറ്റൻഡ് ചെയ്യുള്ളൂ. സോ ഇതേപോലെ തന്നെ തൃശ്ശൂർ അല്ലെങ്കിൽ പാലക്കാട് പല ജില്ലകളിൽ പല ഡോക്ടർമാരെ കാര്യത്തിൽ ഞാൻ ബീഡ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഡോക്ടർ എന്താണ് ഇതിൻ്റെ ഒരു താങ്കളൊരു വിശ്വാസം? അപ്പോൾ പറഞ്ഞു, ഇത് ധരിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാറുണ്ട്. സോ ആ കോൺഫിഡൻസും പിന്നെ ആളുടെ കഴിവും കൂടി ചേരുമ്പോഴാണ് ആ ഒരു പ്രവൃത്തി, ലൈക്ക് ഇപ്പോൾ ഒരു സിസേറിയൻ ആവാൻ എന്തായാലും കംപ്ലീറ്റ് ആവുള്ളൂ. സോ ഈ സെയിം സ്റ്റോറിയാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. നിങ്ങളുടെ ബിലീഫാണ് ഇതിൽ കുറച്ചും കൂടി വേണ്ടത്. സോ അതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും. ഒരു വിശ്വാസം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ പോലും സയന്റിഫിക് പ്രോപ്പർട്ടീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രോപ്പർട്ടീസ്, ബയോകെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് അതും നമുക്കൊരു സയന്റിഫിക് എക്സ്പ്ലനേഷനും ഉണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർ പറയുന്നത് ധരിച്ചു നോക്കൂ. അതാ പറയുന്നത്, നിർബന്ധിക്കുന്നില്ല, നിങ്ങൾ ധരിച്ചു നോക്കൂ. പല റിസർച്ചിലും അതിന്റെ പല ഭാഗങ്ങളും ഞങ്ങൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ശോഭിത യൂണിവേഴ്സിറ്റി മീററ്റാണ്, ഗസ്റ്റ് ലെക്ചറാണ്. ഞാൻ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ പല ഫൈൻഡിങ്സും എൻ്റെ ഇതിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ധരിക്കുമ്പോൾ ആ വേവ്സ് പറഞ്ഞല്ലോ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, അത് കറക്റ്റാണ് സംഭവം. ഐജൽ ഇന്ത്യൻ ജെം ലാബ് കൊൽക്കത്ത, അവിടെ അത് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റില് ഒത്തിരി രുദ്രാക്ഷങ്ങളുണ്ട്, കെമിക്കലി ട്രീറ്റഡ്, ഫേക്ക് രുദ്രാക്ഷം, അങ്ങനെ പലതുണ്ട്. ഇപ്പൊ ഡോക്ടറിന് പക്ഷെ എപ്പോഴെങ്കിലും ചതിക്കപ്പെട്ടിട്ടുണ്ടോ? കാരണം ഡോക്ടർ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഡോക്ടറിനെ എന്ത് കണ്ടാലും മനസ്സിലാവുമായിരിക്കും. പക്ഷെ എപ്പോഴെങ്കിലും ചതിക്കപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ ഇതേപോലെ തന്നെ ഞാൻ പല ഓൺലൈൻ സൈറ്റിൽ നിന്ന് രുദ്രാക്ഷം വാങ്ങിയിട്ടുണ്ട്. 1 മുഖം മുതൽ 14 മുഖം എന്ന് പറഞ്ഞ ഒരു സെല്ല് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് വാങ്ങി ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ ബോക്സിൽ കളക്ട് ചെയ്ത് വെച്ചു. ഗ്രാജുവലി കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ഈ ലാബ് ടെസ്റ്റ് അത് നോക്കിയപ്പോൾ അത് പ്ലാസ്റ്റിക് ഫൈബറിന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ ഐജൽ ലാബിൽ. സോ അങ്ങനെ പല പറ്റിക്കലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓൺലൈനിലടക്കം. അപ്പൊ ഡോക്ടർ പറയുന്നത് അത്രയും ഒറിജിനൽ ആണെന്നാണ്. കാരണം ഡോക്ടർ അനലൈസ് ചെയ്ത് തുടങ്ങിയ സമയത്താണെങ്കിൽ പോലും സാധാരണ ആളല്ലല്ലോ ഡോക്ടർ. നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സെയിം അതേപോലെ തന്നെ അവർ മോൾഡ് ചെയ്ത് പ്ലാസ്റ്റിക്കിലും ഫൈബറിലും അവർ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് ഇപ്പൊ എനിക്ക് മനസ്സിലാവും, പക്ഷെ സാധാരണക്കാർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പോഴും ഓൺലൈൻ മാർക്കറ്റിലുണ്ട്. ഈ സെയിം പ്രൈസിനാണ്, സെയിം പ്രൈസ്, നല്ല ഹൈക്കിലാണ് അവർ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഡോക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റാപ്പിഡ് ഫയർ റൗണ്ട് ആണ്. ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒരു ചെറിയ ചോദ്യം ചോദിക്കും, പെട്ടെന്ന് ഡോക്ടറിന് മനസ്സിൽ വരുന്ന ഒരു ഉത്തരം അതിനെ കുറിച്ചിട്ട്. ഓക്കെ, രുദ്രാക്ഷ ഒരൊറ്റ വേർഡ് പറയുകയാണെങ്കിൽ ആർമർ, ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ്. ഒരൊറ്റ ബീഡിന് താങ്കൾ ഏറ്റവും കൂടുതൽ പേ ചെയ്ത എമൗണ്ട്? 35,000. ഒരു മുഖി മിത്താണോ മിറാക്കിളാണോ? മിറാക്കിൾ. മഹാദേവൻ
അല്ലെങ്കിൽ ലോർഡ് ശിവ ഇന്ന് ഡോക്ടറിൻ്റെ അടുത്തോട്ട് വാക്ക് ഇൻ ചെയ്തിട്ട് ഒരു ബീഡ് ആവശ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏത് ബീഡ് ഡോക്ടർ സജസ്റ്റ് ചെയ്യും? തീർച്ചയായിട്ടും ഒരു മുഖം കൊടുക്കും. എന്തുകൊണ്ട്? കാരണം വെരി റയർ ബീഡാണ്, പിന്നെ അത് ആളുടെ പേരിൽ തന്നെ അറിയപ്പെടുന്നതുകൊണ്ട് ഒരു മുഖം ആൾക്ക് തന്നെ കൊടുക്കും. ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫിഗറിന് ഒരു രുദ്രാക്ഷം ഡോക്ടറിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏത് സെലിബ്രിറ്റിക്ക് കൊടുക്കും, എന്തുകൊണ്ട്? നമ്മുടെ ചീഫ് മിനിസ്റ്റർ VD സതീശൻ. കാരണം ആളുടെ നക്ഷത്രം ചതയ നക്ഷത്രമാണ്. എൻ്റെ ചോദ്യം ഞങ്ങളുടെ കോമൺ 8 മുഖിയാണ് വരുന്നത്. സോ ആൾക്ക് ഞാൻ കൊടുക്കാൻ പ്ലാൻ ഉണ്ട്. മാത്രമല്ല ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ആൾ ഞങ്ങളുടെ അവിടെ ഒരു അമ്പലത്തിൽ വരുന്നുണ്ട്, കാൽമേർക്കാവിൽ. ആളുടെ ഈ ദർശനവും പിന്നെ തുലാഭാരം നടത്താൻ വേണ്ടി ക്ഷേത്രപാലകൻ ശിവദേവസൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ മീറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഡെഫിനറ്റ്ലി നമ്മുടെ ചീഫ് മിനിസ്റ്റർക്ക് കൊടുക്കാനാണ് ആഗ്രഹം. ഫേക്ക് ആയിട്ടുള്ള രുദ്രാക്ഷ സെല്ലേഴ്സിനോട് പറയാനുള്ള എന്തെങ്കിലും? കാരണം ഇപ്പോൾ ശാസ്ത്രം വളർന്നു, പല ലാബുകളും ഓപ്പൺ ആയിട്ടുണ്ട്. സോ നിങ്ങൾ ഈ പണ്ട് സെയിൽ ചെയ്ത ആൾക്കാരെ പറ്റിച്ചിരുന്ന പോലെ ഇപ്പോൾ ചെയ്യാണ്ടിരിക്കൂ. കാരണം നിങ്ങളുടെ അടുത്ത് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ പിന്നെ അവരെ പറ്റിക്കാതെ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ വിറ്റോളൂ. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കുറച്ചും കൂടി അവയർനെസ് ആണ്. പിള്ളേരെല്ലാം ഭയങ്കര അവെയറാണ്. സോ അവർക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ബി വെയർ, അത്രേ ഉള്ളൂ. ഈ ഒബ്സഷൻ കംപ്ലീറ്റ് മാഡ്നെസ് ആണെന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ ഫാമിലിയിൽ തന്നെ, പേര് ഞാൻ പറയാനില്ല, എൻ്റെ ഒരു കസിൻ തന്നെയാണ്. സോ ആഫ്റ്റർ 10 years ഇപ്പോൾ എൻ്റെ ഗ്രോത്ത് കാണുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പണ്ടുണ്ടായ സംഭവത്തിന് സോറി പറഞ്ഞു. അപ്പം ഞാനും ഓക്കെ, ഇറ്റ്സ് ഓക്കെ പറഞ്ഞു. സയൻസ് ഓർ സ്പിരിച്വാലിറ്റി, ഏത് പിക്ക് ചെയ്യും? ബോത്ത് ആർ ലൈക്ക് മൈ 2 eyes. സോ അതിൽ പിക്ക് ചെയ്യാൻ പറ്റൂല, രണ്ടും ഒരു ഈക്വൽ ലെവലാണ്. അതെ. ഒരിക്കലും സെല്ല് ചെയ്യില്ല എന്ന് തീരുമാനിച്ചൊരു ബീഡുണ്ടോ? ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗൗരീശങ്കരം. കാരണം അതിൽ 6 മുഖം ഗൗരീശങ്കരാണ്, ശിവ പാർവതി, പിന്നെ അതിൽ ഗണേഷ് മുഖം കൂടിയുണ്ട്. അപ്പോൾ അതിൽ മുരുകൻ, ഗണേശൻ, ഫുൾ ഫാമിലി അതിലുണ്ട്. അത് ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ട് നടക്കാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈഫിൽ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ അത് കൂടെ ഞാൻ കൊണ്ട് നടക്കാറുണ്ട്, എൻ്റെ ഒരു ലക്കായിട്ട്. സോ അത് ഞാൻ സെല്ല് ചെയ്യില്ല. മഹാദേവന്റെ കണ്ണുനീരാണെന്ന് നേരത്തെ പറഞ്ഞു. താങ്കൾ എങ്ങനെയാണ് ഇമോഷണലി ഈസിലി കരയാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പെട്ടെന്ന് വികാരത വ്യക്തിയാണ്. ഇപ്പോൾ ലൈക്ക് ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സീൻ വന്നാൽ പെട്ടെന്ന് ഞാൻ കരയാറുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ ഒരു വ്യക്തിയാണ് ഞാൻ. പെട്ടെന്ന് തന്നെ ഇമോഷണലി തളർത്താനും പറ്റും. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ രുദ്രാക്ഷത്തിനൊരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും ഡോക്ടറിന് തോന്നുന്നത്? അത് ഈ ശ്രീലങ്ക ഭാഗത്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീലങ്ക ഭാഗത്ത് ഇന്ദ്രാക്ഷം അവർ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്, ഇവിടെ കാരയ്ക്ക് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന പോലെ. സോ അവർ പറഞ്ഞ അറിവുള്ളൂ. ലൈക്ക് ഈ അമ്പഴങ്ങയുടെ ടേസ്റ്റ് എന്നാണ് അവർ പറയുന്നത്, പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. കാരയ്ക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആ സെയിം ടേസ്റ്റ് എന്നാണ് അവരും പറയുന്നത് ശ്രീലങ്കയിൽ. ഒരു ചവർപ്പും പുളിയും. അതെ. പിന്നെ അത് എനിക്കൊന്ന് പഴുത്ത് കഴിയുമ്പോൾ ഒരു മധുരം. അതെ. ഒരു മോസ്റ്റ് ഇമോഷണൽ ആയിട്ടുള്ള ഒരു കസ്റ്റമർ എൻകൗണ്ടർ ഇപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കുന്ന? തീർച്ചയായിട്ടും ഒരു പുള്ളിക്കാരുണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന്, ഇടയ്ക്ക് വിളിക്കാറുണ്ട്. സോ അവരുടെ 2 മക്കളും ഇതേപോലെ തന്നെ കുറച്ച് പ്രശ്നത്തിൽ പെട്ടിരിക്കുകയായിരുന്നു. ഒരു 1 month ആയിട്ട് ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സോ അവർക്ക് 8 മുഖം 10 മുഖം 12 മുഖം വേണമെന്ന് പറഞ്ഞു. പൈസ ഇല്ല കയ്യിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, പൈസയുടെ കാര്യം വിടൂ, നിങ്ങളുടെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഈ 3 ബീഡ് ഞാൻ അയച്ചു കൊടുത്തു. ഒരു 2 week കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയച്ചെന്ന് ഭയങ്കര നന്നായി. കാരണം പല മാർക്കറ്റുകളിൽ നിന്നും ഞങ്ങൾ രുദ്രാക്ഷം വാങ്ങി കബളിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഡോക്ടർ അയച്ചെന്നത് വളരെ നന്നായി. ഇപ്പോൾ ധരിച്ചതിന് ശേഷം പല മാറ്റങ്ങളും സംഭവിച്ചു. സോ അത് കേട്ടപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇമോഷണലാണ്, ഞാൻ പെട്ടെന്ന് കരയും. അത് കേട്ടോടുകൂടി ഞാനും ബ്രേക്ക് ഡൗൺ ആയി. അപ്പം ഞാനതാ പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ രുദ്രാക്ഷങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണമെങ്കിൽ വാങ്ങാം, എമൗണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ പതുക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്ന് ഗ്രാജുവലി നല്ല ലെവലിലെത്തുമ്പോൾ എമൗണ്ട് പേ ചെയ്താൽ മതി. സോ അതാണ് ഞാൻ ഇപ്പോൾ ആൾക്കാരോടും പറയുന്നത്. ഡോക്ടറിന്റെ ആ ഒരു ബിസിനസ് മൈൻഡഡ് അല്ലാതെ ഒരു സമീപനം? ഞാൻ ഒരിക്കലും ബിസിനസ് മൈൻഡ് അല്ല. ഇപ്പോൾ കസ്റ്റമേഴ്സ് പലരും വിളിക്കുന്നുണ്ട്, ഞാൻ കസ്റ്റമേഴ്സ് എന്ന് പറയാറില്ല. പല അമ്മമാരും ലൈക്ക് പിള്ളേരുകളും വിളിക്കാറുണ്ട്, പല ആവശ്യങ്ങൾക്ക് വേണ്ടി രുദ്രാക്ഷം വാങ്ങാൻ പൈസ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അഡ്രസ്സ് അയച്ചു തരൂ, ഞാൻ രുദ്രാക്ഷം അയക്കാം, കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പലരും തരുന്നുമുണ്ട്, തരാത്തവരുണ്ട്. സോ ഓക്കെ, അത് അവരുടെ ഇതുപോലെ ഇരിക്കട്ടെ. ഡോക്ടറിന്റെ കയ്യിലുള്ള ഈ രുദ്രാക്ഷത്തിന്, ഇങ്ങനെയുള്ളൊരു ബ്രേസ്ലെറ്റിന് എത്രയായിരിക്കും വരിക? ഞാനൊരു 250 അത്രയും ഈടാക്കണുള്ളൂ. കാരണം മാർക്കറ്റിലാകുമ്പോൾ 5000 ഒക്കെ വരുന്നുണ്ട്. ആക്ച്വലി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിലെ ആൾക്കാർക്ക് ഇതിൻ്റെ മാർക്കറ്റ് റേറ്റ് അറിയില്ല. നേപ്പാളിൽ 200-300 രൂപയ്ക്ക് വിൽക്കുന്ന സംഭവങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവർ നല്ല ഹൈക്കിൽ
വിറ്റുകൊണ്ടിരിക്കുകയാണ്. സോ അതാണ് ഈ സാധാരണക്കാർ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ആ സെയിം പ്രൈസിന് കിട്ടുമ്പോൾ അവർക്ക് കൊടുക്കും, അത്രേ ഉള്ളൂ. അതൊരു ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് അല്ലേ? ഹ്യൂജ് ഡിഫറൻസ് ആണ്. എനിക്കൊന്നും നമുക്ക് എന്ത് കാര്യത്തിലും ഒരു സ്പിരിച്വാലിറ്റി അറ്റാച്ച് ചെയ്യുമ്പോഴായിരിക്കും അല്ലേ അതിന്റെ ഗേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വില കൂടുന്നത്. കാരണം ഈ കേരളത്തിൽ തന്നെ സ്പിരിച്വാലിറ്റിയാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ പല സ്കാമുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ആ സാധാരണക്കാരെ സിമ്പിളായിട്ട് അതിൽ പെടുത്താൻ പറ്റുന്നുണ്ട്. പല ഓൺലൈൻ മീഡിയകളും മാർക്കറ്റുകളും ഇതിൽ അവൈലബിൾ ആണ്. സോ അവർക്കെതിരെയാണ് ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് പലതും ഉണ്ട്. എനിക്കും പേഴ്സണലി കുറച്ച് പ്ലാറ്റ്ഫോംസ് അറിയാം. അതിൽ ഇപ്പോൾ എന്താ പറയുക, പൈറൈറ്റ് പറയുന്ന മെറ്റീരിയൽ വെച്ചുണ്ടാക്കി അതിൻ്റെ ഉള്ള ടേർട്ടിൽസ് അല്ലെങ്കിൽ പിക്ചേഴ്സ്, ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ജെന്യൂനിറ്റി ഉണ്ട് എന്ന് ഡോക്ടറിന് തോന്നുന്നുണ്ടോ? ഹാഫ് ജെന്യൂനിറ്റി ഇല്ല. കാരണം അത് വിശ്വാസം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പൈററ്റ്സ് മാത്രമല്ല, പല കല്ലുകൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നവരത്ന മോതിരം സെല്ല് ചെയ്യുന്നുണ്ട്. അതിൽ ആക്ച്വലി നമുക്ക് ഒരു രത്നം മാത്രമേ നമ്മുടെ നാൾ നോക്കി നല്ല രീതിയിലാവുള്ളൂ. ബാക്കി 8 രത്നങ്ങൾ നമുക്ക് എതിരാണ്. സോ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അതിൽ ഉണ്ട്. പക്ഷെ അത് തുറന്ന് പറയുകയാണെങ്കിൽ ആൾക്കാരുടെ പിന്നെ മാർക്കറ്റിംഗ് നടക്കില്ല. പക്ഷെ ഞാൻ റിസർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് തുറന്ന് പറയണോണ്ട് കുഴപ്പമില്ല. സെയിം ഇതേപോലെ തന്നെ രുദ്രാക്ഷത്തിലെ സിദ്ധമാല എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, 1 മുഖം മുതൽ 14 മുഖം വരെ. അതിപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെയാണ് അതിൻ്റെ റേറ്റ്. പക്ഷെ അതിൽ നമുക്ക് ഒരു ബീഡ് മാത്രമേ കുറച്ചുകൂടി നല്ലതായിട്ടുള്ളൂ നാൾ നോക്കി. ബാക്കി 13 ബീഡ് നമുക്ക് എതിരായിട്ടാണ് വരുന്നത്. ഇതെല്ലാം അപ്പോൾ കുറച്ചൊക്കെ മാർക്കറ്റിംഗ് മാത്രമാണല്ലേ? തീർച്ചയായിട്ടും. നല്ല രീതിയിൽ അറിവില്ലാത്ത സാധാരണക്കാരെയാണ് ഇവർ ഈ വഴി പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് എൻ്റെ എൻട്രി വരുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ അവെയറായി തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള സാധാരണ ആൾക്കാരിൽ നിന്നും ഡോക്ടറിന് ഒരു ത്രെറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഫാമിലിയുടെ കാര്യം വിശ്വസിക്കാത്തത് പോട്ടെ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു ത്രെറ്റ്? തീർച്ചയായിട്ടും. ഞാനിതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന പർട്ടിക്കുലർ ഗ്രൂപ്പിൽ നിന്ന് 2 കോളുകൾ വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ ആ വീഡിയോ കളയുക, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ പറയാണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു 10 ഇയർ മുതൽ ഞാൻ തുടങ്ങിയതാണ് രുദ്രാക്ഷങ്ങൾ റിസർച്ച്. ഇപ്പോഴാണ് എനിക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയത്. അപ്പം ഞാൻ ഫൈൻഡ് ചെയ്തതും ഞാൻ അറിഞ്ഞ കാര്യങ്ങളും ഞാൻ എന്തായാലും എല്ലാവരും അറിയിക്കും, പ്രത്യേകിച്ച് സാധാരണ ആൾക്കാർ. സോ അതിലെനിക്കൊരു ഭയമില്ല. നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ രീതിയിൽ ചെയ്തോളാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഡോക്ടർ, ഇനി നമ്മുടെ ലാസ്റ്റ് വൈൻഡിങ് അപ്പ് ക്വസ്റ്റ്യൻ ആണ്. ടെയിൽസ് അൺടോൾഡ് വിത്ത് ടിൻഡു രവീന്ദ്രൻ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം. ഇപ്പോൾ 30,000 ബീഡ്സ്, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യണം, 30,000 ബീഡ്സ്, 14 ഡിസ്ട്രിക്റ്റുകൾ, 10 വർഷത്തെ കഥകൾ താങ്കൾക്കുണ്ട്. പക്ഷേ ഈ കഥകളിൽ എപ്പോഴെങ്കിലും പബ്ലിക്ലി പറയാത്തത്, അല്ലെങ്കിൽ ഇമോഷണലി ഷേക്കൺ ആയിട്ടുള്ള ഒരു സ്റ്റോറി, അല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും എൻ്റെ ലൈഫിൽ സംഭവിച്ചതാണ്. ഇപ്പോൾ ഒരു 1 ഇയർ മുന്നേ നടന്നൊരു സംഭവമാണ്. എൻ്റെ വൈഫിന് കണ്ണു ഡോക്ടറെ ബുക്ക് ചെയ്യാൻ വേണ്ടി അങ്കമാലി LF രാവിലെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏർലി 5:30. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി എടുത്ത് രാവിലെ ഇറങ്ങി. ഫുള്ള് ഇരുട്ടാണ്, ഏർലി മോർണിംഗ് 5:30. ആ സമയത്ത് എന്തോ ഒരു ഒബ്ജക്റ്റ് വന്ന് എൻ്റെ വണ്ടിയിൽ തട്ടി. ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ പോവായിരുന്നു. അപ്പോൾ ഒരു വ്യക്തി ക്രോസ് ചെയ്തു അമ്പലത്തിൽ പോകാൻ വേണ്ടി. ഞാൻ കണ്ടില്ല. ഞാനും വെഹിക്കിൾ നടുറോട്ടിക്ക് വീണു. ഞാനും വണ്ടി നടുറോട്ടിക്ക് കിടക്കുമായിരുന്നു. ആ സമയത്ത് അമ്പലത്തിലേക്ക് പോകാൻ കുറച്ച് അമ്മമാർ ആ വഴി വന്നു. അവരാണ് എന്നെ പിടിച്ച് മാറ്റി അതിനുശേഷം വീട്ടിലേക്ക് ഇൻഫോം ചെയ്തു. അപ്പോൾ അമ്മ വന്നു, അമ്മ അച്ഛനും എല്ലാവരും കൂടി ഹോസ്പിറ്റലിലാക്കി. പിന്നെ കണ്ണു തുറന്നപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് രുദ്രാക്ഷ എവിടെയാണെന്ന് ചോദിച്ചത്. ആ സമയത്ത് എൻ്റെ കഴുത്തിൽ ആ 8 മുഖം ഉണ്ടായിരുന്നു, വേറെ ഒന്നും ചോദിച്ചില്ല. അപ്പോൾ അമ്മ പറഞ്ഞു രുദ്രാക്ഷത്തിനൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ എനിക്കിവിടെ പെയിൻ ഉണ്ടായിരുന്നു, ജസ്റ്റ് ഇവിടെ ബ്രോക്കൺ ആയിട്ടുണ്ട്, ഇപ്പോഴത് ക്യൂറായി വരണുള്ളൂ. അപ്പം ഞാൻ ബിലീവ് ചെയ്യണത് ആ സമയത്ത് ആ ചേച്ചിമാർ അമ്മമാർ അവിടെ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഇരിക്കില്ല. കാരണം അത് ഫുൾ ടൈം റോഡാണ്, വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഞാൻ നടു റോഡിൽ കിടക്കുമായിരുന്നു രാവിലെ 5:30. ഒറ്റ കുഞ്ഞുങ്ങളും വ്യക്തികളും ആ ഏരിയയിലില്ല. അപ്പോൾ ഇവർ അമ്പലത്തിൽ പോകാൻ സമയത്ത് കണ്ടതുകൊണ്ട് എന്നെ മാറ്റി. പിന്നെ ആക്സിഡൻറ്റിന് ശേഷം ഒരു 5 മിനിറ്റ് ഞാൻ ഏതോ ഒരു വേൾഡിലേക്ക് എത്തിയ പോലെ എനിക്ക് തോന്നി. ലൈക്ക് മാർക്കണ്ഡേയ സ്റ്റോറി, നമ്മുടെ കാലൻ പാശുപതാസ്ത്രമായിട്ട് വരുമ്പോൾ ഭഗവാൻ ശിവൻ ഇവിടെ വന്ന് അതെൻ്റെ ഭക്തനാണ് ടച്ച് ചെയ്തത്. ആ സ്റ്റോറി എനിക്ക് ഓർമ്മ വന്നു. പെട്ടെന്ന് ഞാൻ കണ്ണു തുറക്കുമ്പോൾ അടുത്ത അമ്മ നിൽക്കുന്നുണ്ട്, എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പം ചോദിച്ചു എന്താ പറ്റിയത്? അപ്പം അമ്മ പറഞ്ഞു ചെറിയ ആക്സിഡൻറ്റ്. അപ്പം ഞാൻ അടുത്ത അത് ചോദിച്ചു രുദ്രാക്ഷത്തിന് എന്തെങ്കിലും പറ്റിയോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ അത് കാണിച്ചു തന്നു, ഒന്നും പറ്റിയിട്ടില്ല, സേഫാണ്, ചെറിയൊരു ആക്സിഡൻറ്റ്. അപ്പം ഞാൻ ബിലീവ് ചെയ്യണത് മഹാദേവൻ എന്തോ ഒരു ശക്തി ആ സമയത്ത് പ്രവർത്തിച്ചു. കാരണം
അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ നിങ്ങളുടെ മുന്നിലിരിക്കാനും പിന്നെ എൻ്റെ വൈഫ്, ഫാമിലി എല്ലാവരും വീണ്ടും കാണാനും ഒരു അവസരം ഒരുക്കി തന്നതിന് ഭഗവാനോടുള്ള എൻ്റെ ഒരു നന്ദിയാണ് ഞാൻ ഈ വഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വല്ലാത്തൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. പിന്നെ അതിനുശേഷം 1 ഇയറായി ഇത് ക്യൂറായി വരാൻ വേണ്ടി. പിന്നെ ഭഗവാന്റെ ഒരു ചിത്രം ഞാനിവിടെ ടാറ്റു ചെയ്തിട്ടുണ്ട്, ഭഗവാനോടുള്ളൊരു നന്ദി സൂചകമായിട്ട്. ആൻഡ് ഫൈനലി നമ്മുടെ ഇപ്പോൾ ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇപ്പം നമുക്ക് രുദ്രാക്ഷം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ, താങ്കളെ റീച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മെയിനായിട്ട് എൻ്റെ ഒരു ചാനലുണ്ട്, തൃശ്ശൂർ രുദ്രാക്ഷം. അതിൽ എൻ്റെ ഫോൺ നമ്പറെല്ലാം ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ചാനലിൽ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്, രുദ്രാക്ഷങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ട്. 1 മുഖം മുതൽ 14 മുഖം വരെയുള്ള രുദ്രാക്ഷങ്ങളുടെ ഡീറ്റെയിൽസ് ഇത് എവിടെ നിന്നാണ് ലഭിച്ചത്, നേപ്പാൾ എവിടെ നിന്ന് കിട്ടും, അതിൻ്റെ ജെനുവിനിറ്റി, ലാബ് ടെസ്റ്റ്. സോ എൻ്റെ 10 ഇയറിലെ എല്ലാ ഫൈൻഡിങ്സും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ വ്യൂവേഴ്സിന് നിങ്ങളെ ചാനലിൽ പോയാൽ ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ ലഭിക്കാവുന്നതാണ്. അതുവഴി കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. ഇപ്പോൾ നമുക്കിപ്പം ഇത് ഏത് ധരിക്കണം എന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഡോക്ടറിൻ്റെ ഒരു കൺസൾട്ടേഷനോ അവൈലബിൾ ആണ്? തീർച്ചയായിട്ടും. അത് വിത്തൗട്ട് പേയ്മെൻ്റ് ആണ്. ചില ആളുകൾ ഈ കൺസൾട്ടേഷൻ ഫീസ് വരെ വാങ്ങുന്നുണ്ട് സാധാരണ ആൾക്കളിൽ നിന്ന്. അപ്പോൾ ഞാൻ അവർക്കെതിരാണ്. നിങ്ങൾക്ക് എപ്പോഴും എന്നെ വിളിക്കാം, ഏത് രുദ്രാക്ഷം വേണം ഞാൻ നോക്കി പറഞ്ഞു തരാം അഫോർഡബിൾ പ്രൈസിന്. ഇപ്പോൾ പ്രൈസ് ഇല്ല എന്ന് വെച്ചാലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും സെല് ചെയ്ത് തരുന്നതായിരിക്കും സാധാരണക്കാരോടൊപ്പം. ഇനി ലാസ്റ്റ് വൈൻഡിങ് അപ്പ് സ്റ്റോറി. നമ്മൾ സാധാരണ മറ്റേ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് വേറെ ക്വസ്റ്റ്യൻസ് ഇല്ലാത്തതാണ്, പക്ഷെ എന്നാലും ഒരു വൈൻഡിങ് അപ്പ് ക്വസ്റ്റ്യൻ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു അമ്മ വിളിച്ചിരുന്നു, ലൈഫ് അതുപോലെ ഒരു ഭയങ്കര സന്തോഷപ്പെടുത്തിയ ഒരു എക്സ്പീരിയൻസ് ആരെങ്കിലും പറഞ്ഞത് ഡോക്ടറിന് ഞങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഒരു 1 മന്ത് മുന്നേ ഇതേപോലെ തന്നെ ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളെ കുറേ ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ ആളെ ബന്ധുക്കളിൽ നിന്ന് തന്നെ എനിക്ക് എൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ലഭിച്ചിരുന്ന സെയിം പ്രശ്നങ്ങളോ, ബാക്ക് സ്റ്റാബ്, അതൊക്കെ ആ പയ്യനും ലഭിച്ചു. കരിയറിൽ ഗ്രോത്ത് ഇല്ല, ഞാൻ ആകെ ഡെസ്പായിട്ടിരിക്കുകയാണ്, ഈവൻ സൂയിസൈഡ് ആ ഒരു പോയിന്റിൽ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആവശ്യം? അപ്പോൾ പറഞ്ഞു, എനിക്കൊരു രുദ്രാക്ഷം വേണം, എൻ്റെ നാള് 8 മുഖമാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ നാളെ 8 മുഖം തന്നെയാണ്. അപ്പോൾ ആ ഒരു രുദ്രാക്ഷം കിട്ടിയ ഉപകാരമായിരിക്കും, കാരണം ഒരു ലൈഫിൽ ഇനി മുന്നോട്ട് എന്താണെന്നൊന്നും ഐഡിയ ഇല്ല, പൈസ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല, പിന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, അഡ്രസ്സ് തരൂ എന്ന് പറഞ്ഞ് ഞാൻ അയച്ചു കൊടുത്തു. വിത്തിൻ 1.5 മന്ത് പുള്ളിക്കാരൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാനിപ്പോൾ സൗദിയിലേക്ക് എനിക്കൊരു കോൾ ലെറ്റർ വന്നിട്ടുണ്ട്, ആ രുദ്രാക്ഷം ധരിച്ചതിന് ശേഷം എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു, വേറെ 2 കമ്പനിയിൽ നിന്ന് എനിക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറോട് തീരാത്ത നന്ദിയുണ്ട്. ആ ഒരു ബീഡ് ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ചെറിയ ചരടിൽ വലിയ ആഡംബരമൊന്നും ഇല്ലാണ്ട് ധരിച്ചു. അപ്പം അതിന് ശേഷം നല്ല മാറ്റങ്ങൾ വന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വർണം വെള്ളിയിലൊന്നും കെട്ടിക്കരുത്, കാരണം ഒരു നൂല് കെട്ടിയാലാണ് അതിന് കുറച്ചും കൂടി പവർ കിട്ടുകയുള്ളൂ. കാരണം സ്വർണം കെട്ടിക്കുകയാണെങ്കിൽ ഒരു ക്യാപ്പെല്ലാം ഉരുക്കി വെക്കുമ്പോൾ രുദ്രാക്ഷം നശിച്ചു പോവും, ഡാമേജ് ആയി പോവും. അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ പയ്യൻ പ്രവർത്തിച്ചു. ആളിപ്പോൾ അബ്രോഡ് എത്തി. അതാണ് എനിക്ക് കിട്ടിയൊരു അംഗീകാരം പറയുന്നത്. താങ്ക് യു ഡോക്ടർ. അപ്പോൾ ഒത്തിരി സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. ഞങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാത്തിനെയും കുറിച്ചും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.